പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമുക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ നോക്കാം. കേരള യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനം 2026 എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമുക്ക് അതിന്റെ അഡ്മിഷൻ നോക്കാം. അഡ്മിഷൻ സംബന്ധമായ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. കോളേജ് പ്രവേശനം ആഗസ്റ്റ് 17-18 തീയതികളിലാണ്. ആഗസ്റ്റ് മാസം 17-18 തീയതികളിലാണ് കോളേജിൽ പ്രവേശനം എടുക്കേണ്ടത്. നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലെ ഒഴിവുകൾ അലോട്ട്മെന്റ് പ്രക്രിയയിലൂടെ നികത്തപ്പെടുത്തുന്നതിന് കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ admission.keralauniversity.ac.in/FAUGP 2026 ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റ് എന്ന ടാബ് ഉപയോഗിച്ച് അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. അത് കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള പക്ഷം ഫീസ് അടച്ച്, നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാത്തവരാണ് പുതുതായി ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ചവർ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരാവണം. എന്ത് ചെയ്യണം? ഫീസ് അടച്ചവർക്ക് പ്രശ്നമില്ല. നേരിട്ട് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജിൽ ഹാജരാകാം. ഇനി ഫീസ് അടയ്ക്കാത്തവരാണെങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ ഹാജരാവേണ്ടതാണ്. ആഗസ്റ്റ് മാസം 17-18 തീയതികളിലാണ് കോളേജ് പ്രവേശനം നടക്കുന്നത്. ജനറൽ ബാർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷനിൽ തുടരുന്നവർ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ച കോളേജിൽ തൃപ്തരല്ല എങ്കിൽ നിലവിലെ അഡ്മിഷനിൽ തന്നെ തുടരാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടി. നിലവിൽ ഇപ്പോൾ നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടി. ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറണം എന്ന് നിർബന്ധമില്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ കോളേജ് ഇഷ്ടമല്ല എങ്കിൽ, തൃപ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ തന്നെ തുടരാൻ സാധിക്കും. ആദ്യം ഉണ്ടായിരുന്നത് തന്നെ തുടരാൻ സാധിക്കും. കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, TC ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ ഹാജരാക്കണം. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും TC ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും നിങ്ങൾ കോളേജിൽ ഹാജരാക്കണം. ഹെൽപ്പ് ലൈൻ നമ്പർ 82 81 88 30 52 എന്ന നമ്പറിൽ ഹെൽപ്പ് ലൈനായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അപ്പോൾ പുതിയ കാണുന്ന